ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 28. 30/3/1987. ഇത് ഞാൻ യേശുക്രിസ്തുവാണ്. എല്ലാ വെളിപാടുകളും എന്നിൽ നിന്നാണ് വരുന്നത്. എന്നിൽ നിന്ന് ജീവരസം നുകർന്നുകൊണ്ട് ഒരു പുഷ്പം എൻ്റെ അടുക്കൽ വളർന്നു വരുന്നു. എൻ്റെ പുഷ്പമേ, വളരും തോറും എന്നിൽ നിന്ന് ജീവരസം നുകരുക, സ്വീകരിക്കുക. വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയോട് സംസാരിക്കുന്ന ഭാഷാശൈലി വേണ്ടത്ര ആദരവില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ ദൈനംദിന ഭാഷയാണ്. ഇതല്ലാതെ മറ്റൊന്നും എനിക്കറിയുകയില്ല. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സന്യാസികളും കന്യാസ്ത്രീകളും എന്റേതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയിൽ സംസാരിക്കുന്നതായി ഞാൻ കാണുന്നു. അവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാം. എന്റെ വാക്കുകൾ മോശമാണെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ എന്റെ ഹൃദയം സംസാരിക്കുന്നതാകാം. വസൂല, നിന്റെ അജ്ഞത ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ നിന്നെ പഠിപ്പിക്കാം. നീ ഇപ്പോൾ പഠിക്കുകയാണ്. നീ എത്രമാത്രം നികൃഷ്ടയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നികൃഷ്ടത എന്നെ ആകർഷിക്കുന്നു, കാരണം എനിക്ക് എന്റെ കാരുണ്യം നിനക്ക് തരുവാൻ കഴിയുന്നു. ലോകത്തിന് എന്റെ ക്ഷമ കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങ് എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ സ്വയം അഭിമാനിക്കാനില്ല. കാരണം എന്റെ യോഗ്യതകൾ കൊണ്ടല്ല, നേരെ മറിച്ച് എന്റെ ബലഹീനതകൾ കൊണ്ടാണ് അങ്ങ് എന്നെ തിരഞ്ഞെടുത്തത്. എനിക്ക് യൂദാസിനെ പോലെ അനുഭവപ്പെടുന്നു. അങ്ങനെയല്ല വസൂല, നീ യൂദാസിനെ പോലെയല്ല. നീ നിസ്സഹായിയും അറിവില്ലാത്തവളും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധം നികൃഷ്ടയുമാണ്. ഞാൻ വിശുദ്ധീകരിച്ച എന്റെ പ്രിയപ്പെട്ടവളാണ് നീ. നമ്മൾ തമ്മിൽ ഐക്യം സ്ഥാപിക്കുന്നതിന് നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഐക്യം സ്ഥാപിച്ചത് ഞാനാണ്. നിന്നെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് എന്റെ ആഗ്രഹം. എന്റെ മണവാട്ടിയായി തീരുവാൻ നിന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നെ എന്നോട് ഐക്യപ്പെടുത്തി. യേശുവെ, കന്യാസ്ത്രീകൾ അങ്ങയെ മണവാളനായി സ്വീകരിച്ച് അങ്ങയെ വിവാഹം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അവർ എന്റെ അടുക്കൽ വന്ന് എന്റെ മണവാട്ടികളായി തീരുന്നു. ഞാൻ അവരിൽ പ്രസാദിക്കുന്നു. എന്നോട് ഐക്യപ്പെട്ട് എന്റെ മണവാട്ടിയായി തീരാമെന്നുള്ളത് നിനക്കറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ നമ്മുടെ ഐക്യത്തിന് മുൻകൈയെടുത്തു എന്നത് മനസ്സിലാക്കുക. നിന്റെ വിരലിൽ മോതിരമിട്ടുകൊണ്ട് ഞാൻ നമ്മുടെ വിവാഹത്തെ വിശുദ്ധീകരിച്ചു. ഞാൻ പരിശുദ്ധനാണെന്നത് ഓർത്തുകൊണ്ട് എന്നോടൊപ്പം പ്രവർത്തിക്കുക. ഇതൊരിക്കലും മറക്കരുത്. 3/4/1987. ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതോർക്കുക. ഞാൻ കർത്താവാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. എന്നിൽ നിന്ന് ഭക്ഷിക്കുക. ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. എന്റെ രാജ്യം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സർവ്വതിന്മകളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് എന്റെ തീക്ഷ്ണമതികളായ അനുയായികളെ ഞാൻ ബലപ്പെടുത്തും. ഞാൻ കർത്താവാണ്. എന്റെ വചനം നിത്യമാണ്, മാറ്റമില്ലാത്തതാണ്. കുഞ്ഞെ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ ഞാനാണ് നിന്നെ നയിക്കുന്നത്. ഞാൻ അത്യുന്നതനാണ്. എന്റെ വചനമാകുന്ന അപ്പം മനുഷ്യവർഗം മുഴുവനും നൽകിക്കൊണ്ട് ഞാൻ അവരുടെ വിശപ്പടക്കും. എന്നാൽ ഞാൻ അവരിൽ നിന്ന് ഒരു പ്രതിസ്നേഹം ആഗ്രഹിക്കുന്നു. സ്നേഹത്തിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എല്ലാവരോടും പറയുക, ഈ സ്നേഹദാഹം കൊണ്ട് എന്റെ അധരങ്ങൾ വരണ്ടിരിക്കുന്നു എന്ന് അവർ അറിയട്ടെ. ഒരു ദർശനത്തിൽ യേശുവിനെ ഞാൻ വിവേചിച്ചറിഞ്ഞു. അവിടുത്തെ രൂപം വ്യക്തമായിരുന്നു. അവിടുത്തെ ചുണ്ടുകൾ വരണ്ടുണങ്ങി പൊട്ടിയിരിക്കുന്നു. അവിടുത്തെ വായ് ഉണങ്ങി വരണ്ടിരുന്നതിനാൽ നാവ് കൊണ്ട് സംസാരിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങളോളം വെള്ളമില്ലാത്ത മരുഭൂമിയിൽ ജീവിച്ച ഒരാളെ പോലെയായിരുന്നു യേശു. അത് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. 4/4/1987. സ്വിറ്റ്സർലൻഡിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് ഞാൻ ശ്രദ്ധിച്ചു. മറ്റെവിടെയും എന്നതുപോലെ തന്നെ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളതായും കണ്ടു. പലരും അസന്തുഷ്ടരായി കഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ദൈവം എന്നെ വിളിക്കുന്നതിനു മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. അതേ വസൂല, നീ ഇതെല്ലാം നോക്കിക്കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നീ ഇവയെല്ലാം ശ്രദ്ധിക്കുകയും അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആടുകളെ ഞാൻ ദുഃഖത്തോടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഞാൻ അവരുടെ ആശ്വാസദായകനായിരിക്കെ എന്തുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു? എനിക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. അവർക്ക് എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവാനും കഴിയും. ഇവിടെ പറയുന്നത് കർത്താവാണോ അഥവാ യേശുവാണോ എന്ന് ഞാൻ ചിന്തിച്ചു. വസൂല, ഞാൻ ഏകനാണ്. നിനക്ക് ജീവൻ നൽകിയ ദൈവമാണ് ഞാൻ. ഞാൻ എന്റെ വചനം സ്ഥാപിച്ചു. ഞാൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഞാൻ ഏകനാണ്. വസൂല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വം ഏകമാണ്. ഞാൻ ഏകനാണ്. ഞാൻ ഇതേപ്പറ്റി അച്ഛന്മാരോട് ചോദിച്ചു പഠിക്കുവാനിരിക്കുകയായിരുന്നു. നീ എന്നോടൊപ്പം പഠിക്കും. പിന്നീട്, മകളെ, ലോകം എന്നോട് എത്രമാത്രം നിസ്സംഗത കാണിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഞാൻ അനുഭവിക്കുന്ന കൈപ്പേറിയ ദുഃഖം നീ മനസ്സിലാക്കുകയുള്ളൂ. എന്റെ കരുണയുടെ പാനപാത്രം നിറഞ്ഞിരിക്കുന്നു. എന്റെ നീതിയുടെ പാനപാത്രവും നിറഞ്ഞിരിക്കുന്നു. അവർ എന്നെയും എന്റെ നിയമത്തെയും എതിർത്തുകൊണ്ട് സഭയ്ക്കുള്ളിൽ വിമത പ്രവർത്തനം നടത്തിക്കൊണ്ട് എന്നെ ദുഃഖിപ്പിച്ച് വിഷമിപ്പിക്കുന്നു. ഞാൻ മാറ്റമില്ലാത്ത ജീവിക്കുന്ന ദൈവമാണ്. എന്നാൽ എന്റെ ജനം ഭയമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവർ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുന്നു. അവരെ സൃഷ്ടിച്ചത് എനിക്ക് എത്രമാത്രം സന്തോഷകരമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ എനിക്കെതിരെ പോരടിക്കുന്നത്? ആരുടെ പക്കലേക്കാണ് അവർ പോയിരിക്കുന്നത്? ഞാൻ അത്യധികം സഹിക്കുന്നു. അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ ശരീരം തളർന്നും വ്രണിതവുമായിരിക്കുന്നു. എന്റെ ശരീരത്തിന് വിശ്രമവും സമാശ്വാസവും അത്യാവശ്യമാണ്. കർത്താവെ, അങ്ങ് സഭയെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, സഭയാണ് എന്റെ ശരീരം. വസൂല, എന്റെ സഭയെ ഏകീകരിച്ച് കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ എല്ലാ പുരോഹിതന്മാരെയും ഒരു സൈന്യത്തെ പോലെ രക്ഷാകരമായ ഒരു സൈന്യമായി ഒന്നിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആടുകൾ ചിതറിപ്പോയിരിക്കുന്നു. എന്റെ പുരോഹിതന്മാർ ഐക്യപ്പെടണം. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ മാമോദിസ സ്വീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കത്തോലിക്കരെയാണോ പ്രൊട്ടസ്റ്റന്റുകാരെയാണോ അതോ മറ്റു മതങ്ങളിൽപ്പെട്ടവരെയാണോ അങ്ങ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നത്. അല്ലയോ വസൂല, ഞാൻ ഏകനാണ്. ദൈവമായ ഞാൻ ഏകനാണ്. എന്റെ കരത്താലാണ് എന്റെ മക്കളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് എന്റെ മക്കളെല്ലാവരും ചിതറിക്കപ്പെട്ടിരിക്കുന്നത്? ഞാൻ ഐക്യം ആഗ്രഹിക്കുന്നു. എന്റെ മക്കളെല്ലാവരും ഐക്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏക ദൈവമാണ്. പരിശുദ്ധ ത്രിത്വം ഏകമാണെന്ന് എന്റെ മക്കൾ അറിയണം. പരിശുദ്ധാത്മാവും പരിശുദ്ധ പിതാവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധ ത്രിത്വത്തിൽ ഏകമാണ്. വസൂല, എന്നോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുക. എന്റെ ദൈവമേ, അപ്പോൾ പ്രകാശം എന്നതോ? ഞാനാണ് പ്രകാശം. ഞാൻ ഏകനാണ്. 5/4/1987. വസൂല, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ നിന്നെ അനുവദിക്കുന്നതിലൂടെ ഞാൻ എന്റെ സ്നേഹത്തെ നിനക്ക് അനുഭവമാക്കി തരാം. ഞാൻ അവിടുത്തെ ഹൃദയഭാഗത്ത് കൈവച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയസ്പന്ദനങ്ങൾ അനുഭവിച്ചറിഞ്ഞു. എന്റെ ഓരോ ഹൃദയസ്പന്ദനവും ഓരോ വ്യക്തിക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ശ്രവിക്കണമെന്നും എന്റെ അടുക്കൽ വരണമെന്നും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. വസൂല, നിനക്കെന്നോടുള്ള സ്നേഹത്തിന്റെ സത്ത ഇന്ന് ഞാൻ എടുത്ത് ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. അതെനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. സൃഷ്ടി എന്റെ പ്രകാശത്തിൽ വസിക്കുക. കർത്താവിന്റെ സ്വരം വളരെ ഗൗരവം നിറഞ്ഞതായിരുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്ത്രീയെ, എന്നിൽ ജീവിക്കുക. കർത്താവിന്റെ സ്വരം മൃദുവായിരുന്നു. അങ്ങയെ കൂടുതലായി സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവളെ, വരൂ. ഞാൻ നിന്നെ എന്റെ ഹൃദയത്തിൽ മറച്ചുവെക്കട്ടെ. എന്നോടൊപ്പം പ്രവർത്തിക്കുക. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. എന്റെ സാന്നിധ്യം മറക്കരുത്. 6/4/1987. ഈസ്റ്ററിന് 2 ആഴ്ച മുൻപ് ലഭിച്ച സന്ദേശം. വസൂല, എന്റെ പീഡാനുഭവം ധ്യാനിച്ചനുഭവിക്കുവാൻ നിന്നെ തന്നെ ഒരുക്കുക.
നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുക. എൻ്റെ വേദനകൾ നീ അനുഭവിച്ചറിയും. എൻ്റെ ക്രൂശീകരണത്തിനു വേണ്ടി ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ക്രൂശീകരണം ആഴത്തിൽ ധ്യാനിച്ച് അനുഭവിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ടവളെ, ഞാൻ സഹിക്കും. നീയും എൻ്റെ സഹനങ്ങളിൽ പങ്കുചേരും. എൻ്റെ മനോവ്യഥയും ശാരീരിക വേദനകളും നീ അനുഭവിച്ചറിയും. നീ എൻ്റെ പീഡകളിൽ പങ്കുചേരുമോ? വരൂ, നമുക്കൊരുമിച്ച് വിശ്രമിക്കാം. 7/4/1987 ദൈവം അവിടുത്തെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് എന്നെ വഴി നയിക്കുന്നതിന്റെ സമ്മർദ്ദം എനിക്ക് അനുഭവപ്പെട്ടു. ദൈവവചനം ഞാൻ വഹിക്കുന്നതായും അത് എവിടെയും ഇറക്കി വയ്ക്കുവാൻ ഇടമില്ലാതെ എന്തു ചെയ്യണമെന്നറിയില്ലാതെ ഏകാഗിയായി ഞാൻ വിഷമിച്ചു. പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത നിസ്സഹായത എനിക്ക് അനുഭവപ്പെട്ടു. ഈ ദൗത്യത്തിന്റെ ഭാരം ഏകയായി എൻ്റെ മേലുള്ളതായും അനുഭവപ്പെട്ടു. വസൂല, എന്നെങ്കിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുമോ? ഞാൻ ദൈവമാണ്. എന്നെ ആശ്രയിക്കുക, എന്നിൽ വിശ്വാസമർപ്പിക്കുക. അതെ, ഞാൻ ഇപ്രകാരം ചെയ്യേണ്ടതാണ്. എന്നാൽ എനിക്കതിന് കഴിയാതെ വരുന്ന സമയങ്ങളുമുണ്ട്. എനിക്ക് എന്തു ചെയ്യുവാൻ പറ്റും? എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ കുഞ്ഞെ, ക്ഷമയോടെ ഇരിക്കുക, എന്നിൽ വിശ്വാസമർപ്പിക്കുക. എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പിതാവേ, വാക്കുകൾക്കതീതമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് എപ്രകാരം ഒരുക്കമുള്ളതാണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സഹനങ്ങൾ ഞാൻ നിനക്ക് അനുഭവമാക്കി തരാം. എൻ്റെ ക്രൂശീകരണം അടുത്തു വരുമ്പോൾ എൻ്റെ ആണികളും മുൾക്കിരീടവും ഞാൻ നിന്റെ മേൽ വയ്ക്കും. എൻ്റെ കുരിശും ഞാൻ നിനക്ക് നൽകും. ദുഃഖവെള്ളിയാഴ്ച എന്നായിരിക്കാം. പ്രിയപ്പെട്ടവളെ, എൻ്റെ സഹനങ്ങളിൽ എന്നോടൊപ്പം പങ്കുചേരുക. നിന്റെ ദേഹി എൻ്റെ മനോവ്യഥകൾ അനുഭവിച്ചറിയും. നിന്റെ പാദങ്ങളും കരങ്ങളും ഞാൻ അനുഭവിച്ച കഠിനവേദന അനുഭവിച്ചറിയും. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ മണവാട്ടിയായതുകൊണ്ട് എനിക്കുള്ളതെല്ലാം നീയുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ വിശ്വസിക്കുക, നീ എന്നോടൊപ്പമായിരിക്കും. വസൂല, യാതൊരു ഭയവും വേണ്ട. എന്തെന്നാൽ യേശുവായ ഞാൻ നിന്നോടൊപ്പമുണ്ട്. വരൂ, ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ ഘട്ടം ഘട്ടമായി മനസ്സിലാക്കും. എൻ്റെ സമാധാനത്തിൽ വസിക്കുക. പ്രിയപ്പെട്ടവളെ, ഞാൻ നിനക്ക് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. 8/4/1987 ഇന്നെനിക്ക് കുറെ ജോലികൾ ചെയ്യുവാനുണ്ടായിരുന്നു. എന്നാലും ദൈവത്തിൽ നിന്ന് ഒരു വാക്കെങ്കിലും കേട്ട് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഒരു വാക്കെങ്കിലും. വസൂല, ഒരു വാക്കോ? സ്നേഹം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു വാക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ വാചകം എന്നായിരുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.